ഞാൻ ഡോക്ടർ പ്രവീൺ SUT ആശുപത്രിയിലെ ന്യൂറോ ഇൻ്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം കൺസൾട്ടൻ്റാണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. എന്താണ് സ്ട്രോക്ക്? സ്ട്രോക്ക് എന്നാൽ തലച്ചോറിൻ്റെ ഒരു ഭാഗം പെട്ടെന്ന് പ്രവർത്തനരഹിതമാകുന്ന ഒരു രോഗാവസ്ഥയാണ് സ്ട്രോക്ക്. ഇത് പ്രവർത്തനരഹിതമാകാനുള്ള പ്രധാന കാരണം തലച്ചോറിൻ്റെ ആ ഭാഗത്തോട്ടുള്ള രക്തയോട്ടത്തിൽ വരുന്ന തടസ്സം അല്ലെങ്കിൽ രക്തയോട്ടത്തിൽ വരുന്ന വ്യതിയാനങ്ങളാണ്. ഇത് രണ്ട് രീതിയിൽ വരാം. ഒന്ന്, രക്തക്കുഴൽ തടസ്സം വന്ന് തലച്ചോറിൻ്റെ ഭാഗങ്ങളിലോട്ടുള്ള രക്തപ്രവാഹം നിലയ്ക്കുന്നൊരവസ്ഥ. അല്ലെങ്കിൽ രണ്ടാമത് വരുന്നത് തലച്ചോറിലോട്ട് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴൽ പൊട്ടി തലയോട്ടിക്കകത്ത് രക്തസ്രാവം വരുന്നത്. ഇത് രണ്ട് മൂലവും തലച്ചോറിൻ്റെ ഒരു ഭാഗം പ്രവർത്തനരഹിതമായി വരുന്ന രോഗമാണ് സ്ട്രോക്ക്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ രണ്ട് രീതിയിലുണ്ട്. രക്തക്കുഴൽ ബ്ലോക്കായി വരുന്ന സ്ട്രോക്കിനെ ഇഷ്കീമിക് സ്ട്രോക്ക് എന്നും രക്തസ്രാവം ഉണ്ടായി വരുന്ന സ്ട്രോക്കിനെ ഹെമറാജിക് സ്ട്രോക്ക് എന്നും പറയുന്നു. കൂടുതൽ സാധാരണമായി കാണുന്നത് രക്തക്കുഴൽ ബ്ലോക്കായി വരുന്ന ഇഷ്കീമിക് സ്ട്രോക്കാണ്. എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ തലച്ചോറിൻ്റെ ഏത് ഭാഗമാണോ പ്രവർത്തനരഹിതമാകുന്നത് ആ ഭാഗം റെപ്രസെൻ്റ് ചെയ്യുന്ന ഏരിയയിലെ പ്രവർത്തനം രഹിതമാകുന്നു. അതായത് ഇപ്പോൾ കൈകാലുകളെ നിയന്ത്രിക്കുന്ന ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് പ്രവർത്തനരഹിതമാകുന്നതെങ്കിൽ ആ വശത്തെ കൈകാലുകൾ അനക്കാൻ വയ്യാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായി വരുന്നത് ഒന്ന്, കൈകാലുകളിലെ ബലക്ഷയം. ഇത് രണ്ടാമത് വരുന്നത് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ സംസാരശേഷിയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് പ്രവർത്തനരഹിതമാകുന്നതെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകാം. അല്ലെങ്കിൽ ബാലൻസ് തെറ്റുന്ന അവസ്ഥ, കണ്ണിൻ്റെ ചലനങ്ങളെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ കാഴ്ചക്കുറവ്. ഇതെല്ലാമാണ് സ്ട്രോക്കിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇത് പെട്ടെന്ന് വരികയാണെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് ഈ രോഗിയുടെ കൂടെ നിൽക്കുന്നവർ ഈ ഒരു രോഗാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇതിനു വേണ്ട ചികിത്സകൾ നൽകാനുള്ള ഒരുക്കങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ രോഗലക്ഷണങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സൂത്രവാക്യമാണ് ബി ഫാസ്റ്റ്. ബി മീൻസ് ബാലൻസ്. നമ്മൾ ബാലൻസ് തെറ്റുന്ന അവസ്ഥ. ഈ കണ്ണിൻ്റെ ചലനശേഷി അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ. എഫ് മുഖത്ത്, ഫേസ് മുഖത്ത് വരുന്ന കോടൽ, പിന്നെ എ ആംസ്, കൈയിനോ കാലിനോ വരുന്ന തളർച്ച അല്ലെങ്കിൽ ബലക്കുറവ്. എസ് സ്പീച്ച് അല്ലെങ്കിൽ സംസാരശേഷിക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ. ടി മീൻസ് ടൈം. ഇത്രയും ലക്ഷണങ്ങൾ വന്നാൽ എത്രയും പെട്ടെന്ന് സ്ട്രോക്കിനുള്ള ചികിത്സ ലഭ്യമായ സെൻറ്ററുകളിൽ എത്തിച്ച് ആ ചികിത്സ നൽകേണ്ടതാണ്. ആരിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്? സ്ട്രോക്ക് പൊതുവെ കൂടുതൽ കാണപ്പെടുന്നത് പ്രായമേറിയവരിലാണ്. ഇത് കൂടാതെ മറ്റ് ജീവിതശൈലി രോഗങ്ങളുള്ളവരിലും, ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം അല്ലെങ്കിൽ കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ, BP കൂടിയ അവസ്ഥ, ഇത്തരം രോഗങ്ങളുള്ളവരിൽ സ്ട്രോക്ക് കൂടുതലായി കാണപ്പെടുന്നു. ഇതുകൂടാതെ ചില ഹൃദ്രോഗങ്ങളുള്ളവരിലും സ്ട്രോക്ക് അല്ലെങ്കിൽ ഇഷ്കീമിക് സ്ട്രോക്ക് വളരെ കൂടുതലായി കാണപ്പെടാറുണ്ട്.